ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്നിതാ നല്ല കല്ലുമ്മക്കായ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കല്ലുമ്മക്കായ കൊണ്ടുള്ള തേങ്ങാച്ചോറ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇതാ കല്ലുമ്മക്കായൊക്കെ നല്ല വൃത്തിയായി കഴുകി എടുത്തിട്ട് അതിൻ്റെ തോട് കളയണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പുഴുങ്ങിയിട്ടൊക്കെ കളയാം. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. അതിങ്ങനെ തോട് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകണം. കാരണം അതിൻ്റെ ഉള്ളിൽ പൂയൊക്കെ ഉണ്ടാവുമല്ലോ. അത് കുഞ്ഞു കുട്ടികളുടെ വയറ്റിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ വയറുവേദനയും അങ്ങനത്തെ പല രോഗവും വരും. അപ്പോൾ ഇതാ കല്ലുമ്മക്കായുടെ തോടൊക്കെ കളഞ്ഞ് വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ അതേപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് മാത്രം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് അല്ലേ? നമ്മളെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഒരു കല്ലുമ്മക്കായ് ഫ്രൈ എന്ന് പറയുന്നത്. ചോറിൻ്റെ കൂടെയൊക്കെ ഈ ഒരു ഫ്രൈ മാത്രം മതി. ഇനിയിതാ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഗീയും അതേപോലെ തന്നെ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്കതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി നമ്മൾ ഈ തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ ഇതാ ഉള്ളി ഒന്ന് വാട്ടി കൊടുത്തിട്ട് അതൊന്ന് അടച്ച് വെച്ച് വേപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഉള്ളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഞാനൊരു 3 തക്കാളിനെ എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വേണ്ടുന്നത് പച്ചമുളകാണ്. പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നമുക്കിവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അത്ര എരിവൊന്നും വേണ്ട. അതുകൊണ്ടാണ് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തത്. പിന്നെ അതിൽ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും ഇങ്ങനെ മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ മുളക് പൊടി കുറച്ചേ ചേർക്കുന്നുള്ളൂ. കല്ലുമ്മക്കായൊക്കെ മുളക് കൂട്ടി ഫ്രൈ ചെയ്തതാണല്ലോ. അപ്പോൾ അധികം എരിവ് വേണ്ടാന്ന് വെച്ചിട്ടാണ് മുളക് പൊടി കുറച്ച് ചേർത്തത്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഒരു 2 സ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതാ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ വെള്ളത്തിന് പകരം തേങ്ങാപ്പാലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ 1 കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ 1.5 കപ്പ് തേങ്ങാപ്പാൽ അങ്ങനത്തെ ഒരു അളവ് വെച്ചിട്ട് എടുക്കുക. അതിനുശേഷം ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഇതാ ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് ഇടുന്നുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ഇടാവുന്നതാണ്. പിന്നെ കുറച്ച് പെരിഞ്ജീരകം കൂടി ഇട്ടിട്ട് ഇതുപോലെ ചമ്മന്തി ആക്കി എടുക്കണം. അപ്പോഴേക്കും നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഗീയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനിയൊന്ന് അടച്ച് വെച്ചിട്ട് അത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഒന്ന് വറ്റിയ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ചമ്മന്തി ഇല്ലേ, അത് ഇതിലിട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇവിടെ കല്ലുമ്മക്കായ്ക്ക് പകരം നമുക്ക് എളുമ്പയ്ക്കോ അല്ലെങ്കിൽ കൊഞ്ചനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് കൊടുക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ കല്ലുമ്മക്കായ് തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി സെർവ് ചെയ്യാം. നമുക്കിതിൻ്റെ കൂടെ അച്ചാറും പിന്നെ തൈരും പിന്നെ മിൻറ്റും മല്ലിയിലൊക്കെ ഇട്ടിട്ടുള്ളൊരു ചമ്മന്തി ഇല്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനൊക്കെ കഴിയും.